കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഏകാദശസ്കന്ധം അധ്യായം 14. നമ്മൾ ശരിക്കും പറയാച്ചാൽ ഒരു ശ്ലോകം കൂടി ബാക്കിയുള്ളൂ. അപ്പം നിർത്തേണ്ടി വന്നു, കാരണം സമയം അത്ര ആയതുകൊണ്ടേ. അപ്പം ഞാൻ അവസാനത്തെ ശ്ലോകം കൂടി വായിച്ച് ഉപസംഹരിച്ചിട്ട് പിന്നെ നമുക്കൊന്ന് ഈ 14-ാമത്തെ അധ്യായം ഒന്ന് ചുരുക്കി പറയാൻ ശ്രമിക്കാം. ധ്യാനേ 46 അവസാനത്തെ ശ്ലോകം 14-ാമത്തെ അധ്യായത്തിൽ വായിക്കാം കേട്ടോ. ധ്യാനേനേത്തം സുതീവ്രേണ യുഞ്ജതോ യോഗിനോ മനഃ സംയാസ്യത്യാശു നിർവാണം ദ്രവ്യജ്ഞാനക്രിയാ ഭ്രമഃ. അപ്പം നമുക്ക് 40 അവസാനത്തെ ശ്ലോകം എന്താ ഉണ്ടോ? സുതീവ്രേണ, വളരെ തീവ്രമായ, ഇൻറ്റൻസ്, ധ്യാനേന, ധ്യാനത്താൽ, ഇത്തം ഇപ്രകാരം, മനഃ യുഞ്ജത, മനസ്സിനെ നിലനിർത്തുന്ന, യോഗിന, യോഗിക്ക്, ദ്രവ്യജ്ഞാനക്രിയാ ഭ്രമഃ, അധ്യാത്മം, ആധിഭൂതം, ആധിദൈവികം മുതലായ 3 തലം ഭ്രമങ്ങളും, അഥവാ ദ്രഷ്ടാവും ദൃശ്യവും ദർശനവും, ആ 3 ഭ്രമം എളുപ്പത്തിൽ, അതാണ് ത്രിപുടി. ദ്രഷ്ടാവ്, ദൃശ്യം, ദർശനം, ആ കാണൽ ഇല്ലേ, ആ പ്രക്രിയ, എളുപ്പത്തിൽ നിർവ്വാണം, നല്ല പോലെ ശാന്തിയെ സംയാസ്യതി, പ്രാപിക്കുന്നു. അതായത് എപ്പോഴാണ് ത്രിപിടി മുടിയുക എന്ന് പറയുകയാണ്. അതായത് തീവ്രമായിട്ടുള്ള, ഇത് ഇപ്പം പറഞ്ഞ പോലെ തീവ്രമായിട്ടുള്ള ധ്യാനം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന യോഗിക്ക്, ധ്യാനം പറഞ്ഞാൽ എന്താ വെച്ചോ, ഏത് വസ്തുവിനെയാണ് നമ്മൾ മനസ്സ് ധ്യാനിക്കണ, ആ വസ്തുവിലേക്ക് നമ്മുടെ മനസ്സിനെ ഒരു ഇൻട്രപ്ഷനില്ലാതെ, ഒരു വിഘ്നമില്ലാതെ, അതായത് ഇപ്പോൾ നോക്കൂ, തേനൊക്കെ ഒഴിച്ചാൽ ഒരു പാത്രത്തിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമല്ലോ, അതുപോലെ നമ്മുടെ മനസ്സിനെ ആ ധ്യേയ വസ്തുവിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിനെയാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ സമാധിയായി. ധാരണ പറഞ്ഞു വെച്ചാൽ നമ്മളെ ആ രൂപത്തിനെ മനസ്സിൽ ഉറപ്പിക്കുക, വ്യക്തമാക്കിയിട്ട്, അതാണ് ധാരണ. അത് കഴിഞ്ഞ് അങ്ങനെ ധാരണ കഴിഞ്ഞാലാണ് നമ്മൾ ധ്യാനം എന്ന് പറഞ്ഞത്. അത് അങ്ങനെ തീവ്രമായ ധ്യാനം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നൊരു യോഗിക്ക് പതുക്കെ 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 ഈ ത്രിപുടി മുടിയും, മീൻസ് എന്താ, അത് ദ്രഷ്ടാവും ദൃശ്യവും ദർശനവും ഒന്നാവും. അതായത് എല്ലാം അപ്പം ആ അദ്വൈതത്തിൽ എത്തുന്നതാണ് ഇതിൽ പറഞ്ഞതേ. ഇപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഭഗവാൻ ധ്യാനം എങ്ങനെയാണ് ധ്യാനിക്കുക എന്ന് പറഞ്ഞിട്ട്, ധ്യാനം തീക്ഷ്ണമാകുമ്പോൾ നമ്മൾ ശരിക്കും ദ്രഷ്ടാവും ദർശനവും, പിന്നെ എന്താണ്, ദൃശ്യവും ദർശനവും ഒന്നാവെന്ന് പറഞ്ഞാണ് നിർത്തണത് കേട്ടോ. അപ്പം ഞാൻ ഇത് വായിച്ച് നമുക്ക് 14 കഴിഞ്ഞിട്ട് 14 ചുരുക്കി എന്താ പറഞ്ഞതെന്ന് നമുക്ക് ചുരുക്കി പറയാൻ ശ്രമിക്കാം ഞാൻ. ധ്യാനേനേത്തം സുതീവ്രേണ യുഞ്ജതോ യോഗിനോ മനഃ സംയാസ്യത്യാശു നിർവാണം ദ്രവ്യജ്ഞാനക്രിയാ ഭ്രമഃ. അതാണ്, അതായത് ആധിഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള എല്ലാം, പിന്നെ 3 തരത്തിലുള്ളതും ആ ഭാവങ്ങളും നമുക്കില്ലാതെയാവും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ ധ്യാനം നല്ല തീവ്രമാവുമ്പോൾ ഭഗവാൻ പറയുകയാണ്, എന്നിൽ അലിഞ്ഞു ചേരുന്ന ആ സാധകൻ എല്ലാ ജഡ വിഷയ കർമ്മ ഭ്രമങ്ങളൊക്കെ അകന്ന് നിർവ്വാണ സുഖം തന്നെ അനുഭവിക്കുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അതോടെ 14-ാം അധ്യായം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്ന് ഞാൻ ഓടിച്ച് നമുക്ക് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം പറഞ്ഞു പോവാം കേട്ടോ. എന്താ അറിയോ, ഉദ്ധവൻ ചോദിച്ചു, ഹേ, പിന്നെ ഈ ഏറ്റവും ശ്രേയസ്കരായിട്ടുള്ള എന്താണ്, ഏത് മാർഗ്ഗമാണ്, അല്ലെങ്കിൽ പലതും ശ്രേയസ്കരാണെന്ന് പലരും പറയണു അല്ലേ. ഇപ്പോൾ സാഖ്യയോഗം, രാജയോഗം അല്ലേ, അഷ്ടാംഗയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, പലത്തിൽ ഭഗവാനെ പ്രാപിക്കാനുള്ള വഴികളുണ്ട്. ഇതിലേതാ ഏറ്റവും ശ്രേയസ്കരം എന്ന്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം എന്താണ്, ഒരേ പിന്നെ പ്രാധാന്യമാണോ എല്ലാറ്റിനും ഉള്ളത് എന്നൊക്കെ ആണ് ചോദിക്കണത്. അപ്പോൾ അങ്ങനെയാണ്, ആദ്യമായിരുന്നു ചോദ്യം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അനന്യഭക്തി മാത്രമേ നിത്യാനന്ദം നമുക്ക് നൽകുള്ളൂ, മറ്റെല്ലാം നശ്വരങ്ങളാണ്, ക്ഷണികങ്ങളാണ്. അനന്യഭക്തി കൊണ്ട്, അതായത് വേദത്തിലത്തെ ആ തത്വം പരമനിഗൂഢമാണ്. അത് ഭഗവാന്റെ കൃപ കൂടാതെ ആർക്കും മനസ്സിലാവില്ല. നമ്മുടെ
പിന്നെ നമ്മൾ ഏത് ലെവലിലാണെന്നും നമ്മുടെ വാസനകൾ എന്താണെന്നും അനുസരിച്ച് പല മാർഗങ്ങളിൽ വേദത്തിൽ പറഞ്ഞു വച്ചാലും സാധാരണ ഏറ്റവും വേഗം ഫലത്തെ കിട്ടാൻ പിന്നെ മാത്രമല്ല പല കർമ്മങ്ങളൊക്കെ ചെയ്താൽ സ്വർഗം കിട്ടുക ഒക്കെ ചെയ്യും. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. അതൊക്കെ നൈമിഷികമായിട്ടുള്ള സുഖങ്ങളാണ്. നമുക്ക് പുണ്യം ചെയ്താൽ പുണ്യം സ്വർഗം കിട്ടണതൊക്കെ കഴിയും കുറച്ച് കഴിഞ്ഞാലേ. അതൊക്കെ ക്ഷുദ്രാനന്ദങ്ങളാണ്. അതുകൊണ്ട് നിത്യാനന്ദമൂർത്തിയായിട്ടുള്ള എന്നിലുള്ള ഭക്തി മാത്രമേ നിത്യവും നിത്യാനന്ദത്തെ തരുകയും ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. നിരന്തരം മനസ്സിനെ എന്നിൽ അർപ്പിച്ച് എല്ലാ ആഗ്രഹങ്ങളെയും ത്യജിച്ച് സർവാത്മന എന്നെ ശരണം പ്രാപിച്ച ഭഗവത് ഭക്തന് ഉള്ള ആനന്ദം വേറെ വിഷയികൾക്കൊന്നും കിട്ടില്ല. എങ്ങനെ സിദ്ധിക്കും എന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അതായത് എന്നിൽ മനസ്സർപ്പിച്ചിട്ട് കിട്ടുന്ന ആനന്ദം വിഷയസുഖങ്ങളുടെ പിന്നാലെ പോണവർക്ക് എങ്ങനെ കിട്ടും അല്ലേ. പിന്നെയോ പരമശാന്തനായിരിക്കുന്ന ഭക്തന് അല്ലെങ്കിൽ ഭഗവത് ഭക്തന് ലോകം മുഴുവൻ സുഖമായിട്ടാണ് തോന്നുക. ഇപ്പോൾ സുഖം അല്ലെങ്കിൽ പോലും സുഖമാണെന്ന് തോന്നും. കാരണം എല്ലാറ്റിലും ഭഗവത് സാന്നിധ്യവും ഭഗവാന്റെ ഇഷ്ടമാണ് നടക്കണമെന്നും നല്ലോണം ആക്സെപ്റ്റ് അംഗീകരിക്കാൻ പറ്റുകൊണ്ടത് ലോകം മുഴുവൻ ഈ ഭക്തന് പരമശാന്തനായിരിക്കും. എല്ലാറ്റിനും ഒരുപോലെ സമഭാവന ഉണ്ട്. അപ്പോൾ പരമശാന്തനായിട്ടിരിക്കട്ടെ. അങ്ങനത്തെ ഒരു ഭക്തന്, അനന്യ ഭക്തന് ലോകം മുഴുവൻ സുഖമയായിട്ട് തോന്നും. അവരുടെ ഒരു ആനന്ദം ഉണ്ടല്ലോ, ആ ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞാലത്തെ ആനന്ദം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതായത് അവർക്കൊരു ചക്രവർത്തിയുടെ സ്ഥാനമോ, നമ്മൾ പറഞ്ഞില്ലേ എന്നാ പാരമേഷ്ട്യം ഇന്ദ്രൻ്റെ പദവിയോ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, എന്നാ രസാധിപത്യം, അതുമൊന്നും വേണ്ട, മോക്ഷം പോലെ അവർക്ക് പുനർപ്പം അതും കൂടി വേണ്ട പറഞ്ഞു അല്ലേ. അതാണ് അവർക്ക് അങ്ങനത്തെ ഒരു ഭക്തനെ, ഏകാന്ത ഭക്തന് പിന്നെന്താണ് പിന്നെ ചക്രവർത്തി സ്ഥാനമോ ഇന്ദ്രസ്ഥാനമോ ബ്രഹ്മ ലോകമോ യോഗശുദ്ധികളോ എന്തിന് അധികം മുക്തി പോലും അങ്ങനെ ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. അപ്രകാരമുള്ള ഭക്തനാണ് എനിക്ക് ഏറ്റവും പ്രിയൻ പറഞ്ഞു അല്ലേ. ബ്രഹ്മാവോ ശിവനോ ബലരാമനോ പിന്നെ ലക്ഷ്മി ദേവിയോ എന്തിനധികം ഈ എൻ്റെ ഓൺ ഈ ശരീരമോ എനിക്ക് എൻ്റെ ഭക്തനോളം പ്രിയപ്പെട്ടതല്ല. അത് പറഞ്ഞല്ലോ അല്ലേ. ഞാൻ എന്നിൽ കിടക്കുന്ന ബ്രഹ്മാണ്ടത്തിനെ മുഴുവനെയും അവരുടെ ഈ ഭക്തന്മാരുടെ പാദരേണുക്കളാൽ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും എനിക്കെന്ന്. അങ്ങനെയുള്ള മഹാഭാഗവതന്മാരെ പിന്നാലെ ഞാൻ ഓടുകയാണെന്ന്. എന്നിൽ അലിഞ്ഞു കിടക്കുന്ന ബ്രഹ്മാണ്ടത്തിനെയും മുഴുവനെയും ശുദ്ധീകരിക്കാനുള്ള ശക്തിയുണ്ട് എന്നിൽ അനന്യഭക്തിയുള്ളൊരു ഭക്തൻ്റെ പാദധൂളികൾക്ക്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഭക്തൻ്റെ പിന്നാലെ ഓടുകയാണ് പറഞ്ഞു ഭഗവാൻ അല്ലേ. ഉദ്ധവ, ഈ ഭക്തൻ്റെ മഹിമയെപ്പറ്റി ഞാൻ എങ്ങനെ നിനക്ക് പറഞ്ഞു തരാമെന്നൊക്കെ പറയും അല്ലേ. പിന്നെയോ എന്നിട്ട് പിന്നെ പറയും പ്രാകൃത ഭക്തി ലഭിച്ചാൽ പോലും പതുക്കെ അത് മധ്യമഭക്തനാവും, പിന്നെ ഉത്തമ ഭക്തനാവും. മാത്രമല്ല ഭക്തി വർദ്ധിക്കുമ്പോൾ അഗ്നി വിറകെന്ന പോലെ സർവ്വവാസനകൾ ഈ ഭക്തിയിൽ അങ്ങോട്ട് നശിക്കും, ഭസ്മാവും. ഒരു ചണ്ടാളിനെ പോലും ഭക്തി ശുദ്ധീകരിക്കുന്നു. മീൻസ് ഏറ്റവും പിന്നെ പാപം ചെയ്ത ആളെ പോലും ഭക്തി ശുദ്ധീകരിക്കും. മാത്രമല്ല ഈ ഭക്തി ഇല്ലെങ്കിൽ മറ്റൊന്നുകൊണ്ടും മനസ്സിനെ അതുപോലെ ശുദ്ധാക്കാൻ പറ്റില്ല. ഭക്തി ഉണ്ടെങ്കിലേ വിനയം ഉണ്ടാവുള്ളൂ. ആ ശരണാഗതി മനോഭാവം ഇല്ലെങ്കിൽ വേറെ ഒന്നുകൊണ്ടും ശുദ്ധീകരിക്കാൻ പറ്റില്ല മനസ്സിനെ മുഴുവൻ. ദേഹം മാത്രമല്ല ഒരു ഭക്തൻ്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ. രോമാഞ്ചം ഉണ്ടാവും, ഇടയ്ക്ക് ചിരിക്കും, ഇടയ്ക്ക് കരയും, ആനന്ദ നൃത്തം ചെയ്യും, തൊണ്ട ഇടറും ഒക്കെ പറഞ്ഞല്ലോ അല്ലേ. അങ്ങനെ ദിവ്യമായ സ്നേഹം സിദ്ധിച്ച ഒരു ഭക്തൻ ഉണ്ടായാൽ ബ്രഹ്മാണ്ടം മുഴുവൻ ശുദ്ധാവും എന്ന് പറയുകയാണ്. അത്ര ഭക്തനെ ഭഗവാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ പരമാർത്ഥം അറിഞ്ഞ് ഉദ്ധവ എല്ലാം വിട്ട് എന്നിൽ ആത്മസമർപ്പണം ചെയ്യൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ്, ഒരു മുമുക്ഷു എങ്ങനെയാണ് എപ്പോഴും ഭഗവാനെ തന്നെ നിരന്തരം ധ്യാനിക്കണം എന്ന് പറഞ്ഞുവല്ലോ ഭഗവാൻ. ഇതൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു അതാണ് ഭക്തി, എന്നെ നിരന്തരം ധ്യാനിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കുകയാണ് എങ്ങനെ ധ്യാനിക്കണം എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഭഗവാൻ അത് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലേ. 14-ാം അധ്യായം എന്താ പറഞ്ഞ ഭഗവാൻ ചോദിച്ചു, മോക്ഷം ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ
എങ്ങനെയാണ് അങ്ങയെ ധ്യാനിക്കേണ്ട ചോദിച്ചു. അപ്പം ഭഗവാൻ പറഞ്ഞു, ഏകാന്തമായിട്ടൊരു സ്ഥാനത്ത് പോയി സുഖമായ ഒരു ആസനത്തിലിരുന്ന് കൈ രണ്ടും മടിയിൽ മലത്തി വെച്ച് ധ്യാനം ശീലിക്കണം. ധ്യാനത്തിൻ്റെ അതായത് പ്രാണായാമമൊക്കെ 1 മാസക്കാലം പ്രാണായാമമൊക്കെ ശീലിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം, അങ്ങനെ പ്രാണനെയൊക്കെ അടക്കി കഴിഞ്ഞ് ഇന്ദ്രിയങ്ങളെയൊക്കെ അകത്തേക്ക് വലിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതായത് ഈ അതൊക്കെ ധാരണ വരെയുള്ള സ്റ്റെപ്സൊക്കെ പറയും ഭഗവാൻ അല്ലേ. അതായത് യമം, നിയമം, ആസനം, പ്രാണായാമം, ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിക്കുക, പ്രത്യാഹാരം, പിന്നെയാണ് ധാരണ. എന്നിട്ട് പറയുകയാണ് ആ ധാരണയ്ക്ക് മുമ്പ് എന്ത് വേണം, ഈ ഹൃദയകമലം, ഹൃദയമാകുന്ന തൻ്റെ തന്നെ അവനവൻ്റെ തന്നെ ഹൃദയമായിട്ടുള്ള ഹൃദയത്തിനെ ഒരു ഇങ്ങനെ വിരിയാൻ ഭാവിക്കുന്ന ഒരു മൊട്ടായിട്ട് താഴത്തേക്ക് തൂങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് അതിനെ മുകളിലേക്ക് തന്നെ ആക്കിയിട്ട് വികസിത കമലായിട്ട് കൽപ്പിക്കുക അല്ലേ, ഒരു വിടർന്ന താമരയായിട്ട്. എന്നിട്ട് അതിൻ്റെ കർണികയിൽ മധ്യത്തിൽ സൂര്യമണ്ഡലം, ആ സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ അതായത് എന്താ വെച്ചാൽ ഒരു ദിവ്യ തേജസ്സിനെ, അതായത് സൂര്യ തേജസ് പോലെ തീക്ഷ്ണമായിട്ടുള്ളതും ചന്ദ്രമണ്ഡലം പോലെ നല്ല കുളിർമയുള്ളതും അഗ്നിമണ്ഡലം പോലെ നമ്മുടെ എല്ലാ വാസനകളെയും നശിപ്പിക്കുന്നതും ആയിട്ടുള്ള ഒരു 3 മണ്ഡലങ്ങൾ നമ്മൾ അതിൻ്റെ നടുക്കാണ് ആ ഇഷ്ടമൂർത്തിയെ നമ്മൾ ഭാവിക്കണം. എന്നിട്ട് സർവാംഗ സുന്ദരനായിട്ട് സർവാഭരണ വിഭൂഷിതനായിട്ട് പ്രസന്നമുഖനായിട്ടുള്ള എന്നെ ധ്യാനിച്ചതിന് ശേഷം പാദം മുതൽ, അതായത് ഭഗവാന്റെ കാലടികൾ തൃപ്പാദങ്ങൾ തൊട്ട് തല വരെ അംഗം പ്രത്യംഗം ഓരോ അംഗമായിട്ട് ഓരോ അംഗത്തിനെയും വേറെ വേറെ ധ്യാനിക്കണം. ആദ്യം കാല്, പിന്നെ കണങ്കാലുകൾ, മൊട്ട, പിന്നെ പീതാംബരം ധരിച്ച അരക്കെട്ട് വരെയുള്ള ഭാഗം, അത് കഴിഞ്ഞാൽ മാറ്, അതിൽ എന്തൊക്കെയാണ് 4 ഭുജങ്ങൾ, അങ്ങനെയെല്ലാം ഓരോ അവയവങ്ങളായിട്ട് ധ്യാനിച്ച് അങ്ങനെ മന്ദഹാസ സുന്ദരമായ മുഖത്ത് ധ്യാനം എത്തിയ പിന്നെ അവിടെ തന്നെ മനസ്സിനെ നിർത്തണം എന്ന് പറഞ്ഞു അല്ലേ. ആ മുഖത്തന്നെ ഇങ്ങനെ ചെയ്ത് കുറേ നേരം കഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ആ മനസ്സിൽ നിന്ന് ആ ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള മുഖം കൂടി അങ്ങോട്ട് അപ്രത്യക്ഷമാവും. എന്നിട്ടോ വെറുതെ നിർഗുണ ബ്രഹ്മം, വെറും ഒരു തേജസ് മാത്രമായിട്ട് തീരും. അപ്പോഴാണ് അങ്ങനെ കുറേ നേരം ആകുമ്പോഴാണ് ത്രിപുടി മുടിയ, അതായത് ദ്രഷ്ടാവും ദൃശ്യവും ദർശനവും ഒന്നാവും. അപ്പോൾ നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരായി. അങ്ങനെയാണ് ധ്യാനിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയതല്ലേ. ഇനി നമുക്ക് ഇപ്പോൾ ഈ 15-ലത്തെ കുറച്ച് ചെയ്യാം. നമുക്കിന്ന് 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ 15-ാം അധ്യായത്തിൽ സിദ്ധികളെ, ഈ 15-ാമത്തെ അധ്യായത്തിൽ സിദ്ധികളെ പറ്റിയാണ് ഭഗവാൻ ഈ എന്താ പറയുക, എത്രാമത്തെ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പഞ്ചദശോധ്യായത്തിൽ. അപ്പോൾ നമുക്ക് 15-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പഞ്ചദശോധ്യായ. ഇനി ഇതിലിപ്പോൾ എന്താ വെച്ചാൽ അഷ്ടാദശ 18 സിദ്ധികളെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. 18 വിധമായിട്ടുള്ള സിദ്ധികളെ ആണ് ഭഗവാൻ ഇതിൽ പറയാൻ പോണത് ഉദ്ധവനോട്. ഭഗവാന്റെ വാക്കന്നെയാണ് അപ്പോൾ ഇതിലിപ്പോൾ ഇനി ആദ്യം ഉണ്ടാവണത് കേട്ടോ. ഭഗവാൻ തുടരുകയാണ്. ഉദ്ധവൻ ഇപ്പോൾ ചോദിക്കണമെന്നില്ല കേട്ടോ. ഭഗവാൻ ആക്ച്വലി ആദ്യം പറയാൻ തുടങ്ങുകയാണ്. ഇത് പറഞ്ഞ് ഉപസംഹരിച്ചു. ഇങ്ങനെ ത്രിപുടി മുടിഞ്ഞ് ആത്മസാക്ഷാത്കാരം കിട്ടുമെന്ന് പറഞ്ഞതിന് ശേഷം ഭഗവാൻ ആവുകയാണ്. ഇങ്ങനെ ധ്യാനയോഗത്തെ, അതായത് ഇങ്ങനെ ധ്യാനയോഗം ഞാൻ പറഞ്ഞ പോലെ ധ്യാനിച്ചാൽ ത്രിപുടി മുടി എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ. പക്ഷേ ആ ത്രിപുടി മുടിഞ്ഞ ആത്മസാക്ഷാത്കാരം കിട്ടുന്നതിന് മുമ്പ് പല സിദ്ധികളും ഉണ്ടാവും ഈ ഭക്തനെ. അതിനെ പറ്റിയാണ് അപ്പോൾ പറയണത് കേട്ടോ ഇനി ഭഗവാൻ. ശ്രീ ഭഗവാൻ ഉവാച. 1-ാമത്തെ ശ്ലോകം. ജിതേന്ദ്രിയസ്യ യുക്തസ്യ ജിതശ്വാസസ്യ യോഗിന മയി ധാരയതേശ്ചേത ഉപതിഷ്ഠന്തി സിദ്ധയഃ. അപ്പം നോക്കാം. ജിതേന്ദ്രിയസ്യ, ജിതേന്ദ്രിയനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും, ജിതശ്വാസസ്യ പ്രാണവായുവിനെ ജയിച്ചവനും, അതെ പ്രാണായാമം കൊണ്ട് പ്രാണങ്ങളെ ജയിക്കുക, യുക്തസ്യ ഒരേ നിലയിൽ മനസ്സിനെ നിർത്തിയവനും. നമ്മൾ പറഞ്ഞല്ലോ ധ്യാനിക്കുകയാണ്, അതായത് തേനോ നെയ്യോ ഒക്കെ ഇങ്ങനെ ഒഴിച്ചാൽ, എന്തെങ്കിലും എണ്ണ ഒഴിച്ചാൽ അൺഇൻ്ററപ്റ്റഡായിട്ട്
ഇങ്ങനെ നമ്മൾ അതുപോലെയാണ് ധ്യാനം. ഭഗവാനെ അല്ലാതെ മനസ്സ് കംപ്ലീറ്റ്ലി ഭഗവാനിൽ തന്നെ പോയും കൊണ്ട്, അതായത് അതാണ് അതിന് ഉദാഹരണം എപ്പോഴും പറയുക. ഓയിൽ, അതായത് എണ്ണയോ തേനോ ഇങ്ങനെ ഒഴിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഴില്ല. അതുപോലെ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ചേതഹ മയി ധാരേത, മനസ്സിനെ എന്നിൽ ലയിപ്പിച്ചവൻ, അതായത് മനസ്സിനെ ഭഗവാൻ തന്നെ ലയിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള യോഗിക്ക് സിദ്ധയ, പല സിദ്ധികളും ഉപനിഷ്ഠന്തി, സ്വയം നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും സിദ്ധികളുണ്ടാവും. അതാണ് ഭഗവാൻ പറഞ്ഞതിൽ. അങ്ങനെയുള്ളൊരു യോഗിക്ക് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഈ ആത്മസാക്ഷാത്കാരം കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ പല സിദ്ധികളും തന്നെ ഉണ്ടാവും. സിദ്ധികൾ പലതും, അതായത് ഇങ്ങനെ ഇന്ദ്രിയജയം നേടിയിട്ട് ഇപ്പം പറഞ്ഞ പോലെ ഇന്ദ്രിയജയം നേടി പ്രാണനിയന്ത്രണം ചെയ്ത് എന്നിൽ മനസ്സിനെ ലയിപ്പിക്കുന്ന യോഗിക്ക് ഈ ത്രിപുടി മുടിയുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്ക് വച്ച് ഒരുപാട് സിദ്ധികൾ വന്നു ചേരുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അത് പിന്നെ കുറേ സിദ്ധികൾ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും ആ സാധകന് കുറേ സിദ്ധികൾ ഉണ്ടാവും എന്ന് പറയണം ഭഗവാൻ. അതാണ്. അപ്പോൾ ഇനി ഉദ്ധവൻ ചോദിക്കുന്ന മാത്രം എന്തൊക്കെ സിദ്ധികളാണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ 18 സിദ്ധികളുടെ കാര്യമൊക്കെ പറയട്ടോ. അപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ് അടുത്തത്. ശ്രീ ഭഗവാൻ വാച ജിതേന്ദ്രിയസ്യ യുക്തസ്യ ജിതശ്വാസസ്യ യോഗിന മയി ധാരയതശ്ചേത ഉപതിഷ്ഠന്തി സിദ്ധയഃ. ഉദ്ധവ ഉവാച. അപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ് എന്താണ്? കയാ ധാരണയാ കാസ്വിദ്, കയാ ധാരണയാ കാസ്വിദ് കഥം സ്വിദ് സിദ്ധിരച്യുതം. അച്യുത കേട്ടോ, സിദ്ധിരച്യുത. എന്തൊക്കെ സിദ്ധിയെന്ന്? കതിവാ സിദ്ധയോ ബ്രൂഹി യോഗിനാം സിദ്ധിതോ ഭവാൻ. അപ്പോൾ ഉദ്ധവൻ ചോദിക്കാം, സിദ്ധികൾ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ ഭഗവാൻ. ആസ് യു പ്രോഗ്രസ് ഇൻ ദ സ്പിരിച്വൽ പാത്ത് സിദ്ധികൾ തന്നെ ഉണ്ടാവും നാച്ചുറലി. അച്യുത, ഹേ കൃഷ്ണ, കയാധാരണയ, ഏതൊരു ധാരണ കൊണ്ട്, അതായത് മനസ്സിൽ ധരിച്ച് ഭഗവാനെ, കാസ്വിത് സിദ്ധി, സിദ്ധിക്കുന്ന സിദ്ധിയുടെ പേരെന്തൊക്കെയാണ്? കഥം വാ, എന്തൊക്കെയാണ് ആ സിദ്ധി കൊണ്ട് നമുക്ക് സിദ്ധി കൊണ്ടുള്ള ഫലം? സിദ്ധയ, ആ സിദ്ധികൾ കതിവ, എത്രയാണ്, എത്ര തരം സിദ്ധികളുണ്ട്? ബ്രൂഹി, അതെന്നോട് പറഞ്ഞാലും ഭവാൻ, താങ്കൾ തന്നെയാണ് യോഗിനാം, യോഗികൾക്ക് സിദ്ധി നൽകുന്ന ഭഗവാൻ. സിദ്ധി നൽകണ ആളാണല്ലോ. അപ്പോൾ ഭഗവാനോട് ചോദിക്കുകയാണ്, എന്തൊക്കെ സിദ്ധികളാണ് എനിക്ക് സാധകൻ ഉണ്ടാവുക എന്നൊന്നും എനിക്ക് പറഞ്ഞു തരണം, എനിക്കതൊന്നും അറിയില്ല പറയാണ്. ഏതെല്ലാം വിധത്തിൽ എങ്ങനെയെല്ലാമുള്ള പിന്നെ നിഷ്ഠകൾ കൊണ്ട് എന്തെന്ത് സിദ്ധികളാണ് വന്നു ചേരുന്നത്, അതിൻ്റെയൊക്കെ പേരെന്താണ്, അതിൻ്റെ സിദ്ധികൾ ലഭിച്ചാലത്തെ ഫലം, എല്ലാ സിദ്ധികളും നൽകുന്നത് ഭഗവാനാണല്ലോ. അതുകൊണ്ട് ഇക്കാര്യം ഭഗവാനോട് ചോദിക്കണത് തന്നെയാണ് നല്ലത്. അത് ഭഗവാനെ പോലെ അതിന് ഇത്ര പൂർണ്ണമായിട്ടൊരു ഉത്തരം തരാൻ വേറെ ആർക്കും സാധിക്കില്ല. കാരണം സിദ്ധികൾ നൽകുന്ന ആളാണ് ഭഗവാൻ, ഭക്തനെ അല്ലേ. അത് പറഞ്ഞു. ഉദ്ധവ വാച കയാധാരണയാ കാസ്വിദ് കഥം സ്വിദ് സിദ്ധിരച്യുത കതിവാ സിദ്ധയോ ബ്രൂഹി. പറഞ്ഞാലും യോഗിനാം സിദ്ധിതോ ഭവാൻ, യോഗസിദ്ധികളെ നൽകുന്ന ആളല്ലേ അങ്ങ്. അപ്പം അങ്ങോട്ടന്നെ ചോദിക്കുകയാണ്. അപ്പം ഭഗവാൻ പറയാണ് എന്തൊക്കെ? സിദ്ധയോഷ്ടാദശ പ്രോക്ത ധാരണായോഗപാരകൈഃ താസാമഷ്ടൗ മത്പ്രധാന ദശൈവ ഗുണഹേതവ. എത്ര തരം സിദ്ധിൻ്റെ എന്ന് ഭഗവാൻ പറയണം. അതോ യോഗ പാരകൈഹി, യോഗത്തിൻ്റെ അങ്ങേയറ്റം, അതായത് യോഗത്തിൻ്റെ അങ്ങേയറ്റം കണ്ടവർ, യോഗത്തിൻ്റെ കര കണ്ടവർ. സിദ്ധേഹ ധാരണാഹ, സിദ്ധികളും അതിനു കാരണമായിട്ടുള്ള ധാരണകളും അഷ്ടാദശ പ്രോക്താഹ, 18 സിദ്ധികളാണെന്ന് പറയാറുണ്ട്. താസാം, അവയിൽ, അഷ്ടൗ, 8 എണ്ണം. അഷ്ടൗ വെച്ചാൽ അണിമാതി പറയില്ലേ, അഷ്ടൈശ്വര്യങ്ങളെ, അതാണ് സിദ്ധികൾ. അഷ്ടൗ മത് പ്രധാനാഹ, എന്നെ ആശ്രയിച്ചിരിക്കുന്നവയാണ്. ദശ, ബാക്കി 8 എണ്ണം, 10 സിദ്ധികൾ ഗുണഹേതവ, സത്വഗുണത്തിൻ്റെ മാഹാത്മ്യത്തിനെ ഏവ കാരണമായിട്ട് അതിനെ ആശ്രയിക്കുന്നു. എന്താണ് പറഞ്ഞറിയോ ഇതിൽ? ഭഗവാൻ പറഞ്ഞു ആകെ 18 സിദ്ധികളാണ് ഉള്ളത്.
അതായത് മനസ്സിനെ ഒരു ഭാഗത്ത് പിടിച്ചു നിർത്താൻ കഴിവുള്ള യോഗിമാർ അല്ലെങ്കിൽ ഭക്തന്മാർ, സിദ്ധന്മാർ 18 അങ്ങനത്തെ സിദ്ധികൾ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന യോഗിമാർ 18 സിദ്ധികളുണ്ടെന്നാണ് പറയണത്. അതായത് അനുഭവമുള്ളവർ പറയണത് 18 എണ്ണം ഉണ്ട്. എന്താ പറയുക, അവയിൽ 8 എണ്ണമാണ് പ്രധാനം. ബാക്കി 10 ഇത്ര തന്നെ പ്രധാനമല്ല. ഏതൊക്കെ 8 എണ്ണം പ്രധാനം അറിയുമോ? അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാകാശം, ഈശിത്വം, വശിത്വം. പിന്നെ അത് ഞാൻ പേര് പറയാട്ടോ, നമുക്കത് ഭഗവാൻ പറയണത് പോലെ നമുക്കതിൽ പറയാം. പിന്നെ 10 എണ്ണം അത്ര പ്രധാനമല്ലാത്ത പറഞ്ഞില്ലേ. നമ്മളിത് കേട്ടിട്ടുണ്ടല്ലോ, അഷ്ടൈശ്വര്യങ്ങളെ. അണിമ, മഹിമ, പിന്നെ അതായത് ചെറുതാവാൻ പറ്റും, വലുതാവാൻ പറ്റും. ഗരിമ പറഞ്ഞാൽ ഘനം ഉണ്ടാവാൻ പറ്റും, ഹെവി ആവാൻ പറ്റും. ലഘിമ തൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, രൂപം ചെറുതാക്കാൻ പറ്റും, വലുതാക്കാൻ പറ്റും. വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, വെയിറ്റ് ഹെവി ആക്കാൻ പറ്റും. പിന്നെ പ്രാപ്തി, അതായത് എന്തെങ്കിലും കഴിവ്, എന്തെങ്കിലും സാധിക്കാനുള്ള കഴിവുള്ളവർ. പ്രാകാശ്യം, ഈശിത്വം, വശിത്വം, ആകർഷിക്കാനുള്ളത്, അങ്ങനെയൊക്കെ. അത് 8 എണ്ണത്തിൻ്റെ പേര് മാത്രം പറയാം ഇപ്പോൾ. പിന്നെ ബാക്കി 10 എണ്ണത്തിൻ്റെ പേരും ഞാൻ പറയാം. എന്താ അറിയോ, അത് ഇപ്പോൾ എക്സ്പ്ലനേഷൻ പിന്നെ വരും. അനൂർമിമത്വം, ദൂരശ്രവണ ദർശനം, മനോജവത്വം. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മനസ്സിൻ്റെ പിന്നെ സ്പീഡിൽ ശരീരത്തിന് പോകാൻ പറ്റുന്നത്, അതൊക്കെയാണേ. പിന്നെ ദൂരശ്രവണം, അതായത് ഇപ്പോൾ ഈ എന്താ പറയുക, ജ്ഞാനദൃഷ്ടിയുള്ളവർക്ക് അടുത്ത് വേണമെന്നില്ലല്ലോ, അല്ലാണ്ട് കാണാൻ പറ്റും. അതുപോലെ ദൂരശ്രവണം, അകലെയെന്ന് നമുക്ക് കേൾക്കാൻ പറ്റാത്തതൊക്കെ കേൾക്കാൻ പറ്റണം, ദൂരശ്രവണം. പിന്നെ എന്താ പറയുക, മനോജവത്വം, കാമരൂപത്വം, പരകായ പ്രവേശനം, വേറൊരാളുടെ ഉള്ളിൽ പ്രവേശിക്കുക. സ്വച്ഛന്ത മൃത്യു, എപ്പോൾ വേണമെങ്കിൽ മൃത്യു വരിക്കാം, ഭീഷ്മരെ പോലെ. ദേവക്രീഡാ ദർശനം, ദേവന്മാരുടെ ലീലകൾ കാണാൻ പറ്റുക, നമുക്ക് സാധാരണ കണ്ണുകൊണ്ട് പറ്റാത്തതേ. സങ്കല്പപ്രാപ്തി, ആഗ്രഹിച്ചത് അമോഘ സങ്കല്പം, സങ്കല്പമൊക്കെ സത്യമാവുക. ആജ്ഞ എന്നിങ്ങനെ 10 എണ്ണമാണ് പ്രധാനമല്ലാത്ത സിദ്ധികൾ. പിന്നെ ഇനിയും ചെറിയ സിദ്ധികളൊക്കെ വേറെ ഉണ്ട്. അതായത് ഇപ്പം 5 അല്ലേ പറഞ്ഞുള്ളൂ. ത്രികാലജ്ഞത്വം, 3 അതായത് ഭൂതവും വർത്തമാനവും ഭാവിയും ഒരുപോലെ അറിയുക. ശീതോഷ്ണാദി ദ്വന്ദ്വജയം, ദ്വന്ദ്ങ്ങളൊക്കെ, അതായത് തണുപ്പും ചൂടും അങ്ങനത്തെ ഓപ്പോസിറ്റ്സൊക്കെ ഒരുപോലെ സഹിക്കാൻ പറ്റുന്നത്. പിന്നെ പരഹൃദയജ്ഞാനം, ബാക്കിയുള്ളവരുടെ പരേങ്കിതം, ബാക്കിയുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കുക. അഗ്നിസൂര്യ വിഷാദി സ്തംഭനം, അതായത് പിന്നെ വിഷം പിന്നെ ഇപ്പോൾ തീ വന്നാൽ നമ്മൾ പൊള്ളാതിരിക്കുക, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ചിലരുണ്ടല്ലോ, തീയിൽ ചാടിയാലും പൊള്ളില്ല, അതൊക്കെ ഈ സിദ്ധികളാണ്. പിന്നെ വിഷം, ഇപ്പോൾ പാമ്പിനെ കടിപ്പിച്ചാലും വിഷം വരില്ല, അങ്ങനെയുള്ള ഇതൊക്കെ. പിന്നെ അപരാജയം, ഒന്നിലും പരാജയം വരില്ല. ഇതൊക്കെയാണ് ബാക്കി 5 എണ്ണം. അങ്ങനെയല്ലേ, 8 എണ്ണം ഏറ്റവും പ്രധാനം, പിന്നത്തെ 5 കുറച്ചും കൂടിയും പ്രധാനം, പിന്നത്തെ 5 കുറച്ചും കൂടിയും ലെസ് പ്രധാനം. അങ്ങനെ അതാണ് പറഞ്ഞത്. അതിപ്പോൾ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് അപ്പോൾ ഭഗവാൻ ഉവാച 18 തരത്തിലുള്ളതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അതും പറഞ്ഞു 18 സിദ്ധികളാണ്. അതിൽ 8 എണ്ണം വളരെ പ്രധാനമാണ്, അത് എന്നിൽ തന്നെ ഉള്ളതാണെന്ന് പറഞ്ഞു ഭഗവാൻ. ബാക്കി 10 എണ്ണം സത്വഗുണം വർദ്ധിക്കുന്തോറും ഉണ്ടാവുന്നതാണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 5 വായിക്കാം. പിന്നെ സിദ്ധയോഷ്ടാദശ പ്രോക്ത ധാരണായോഗപാരകൈ താസാമഷ്ടൗ മത്പ്രധാന ദശൈവ ഗുണഹേതവ. അതാണിപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലേ, 8 എണ്ണം വളരെ പ്രധാനമാണ്, അത് പറഞ്ഞു. ഇനി നമുക്ക് 4, 5 ഒന്നിച്ച് ചെയ്യണം. സോറി, ഒരു പോസ് ഉണ്ടായി. അപ്പം നമുക്ക് ഈ 3 കഴിഞ്ഞ് നിർത്താം. എന്താ അറിയോ, മറ്റു 4ഉം 5ഉം ഒന്നിച്ചാണേ ആ സിദ്ധികളെ പറ്റി പറയുന്നത്. അപ്പം നമുക്കിവിടെ നിർത്തഭേദം 4, 5ഉം കൂടി ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയമാവും. ഇപ്പോൾ ശ്രീ ഭഗവാനുവാച ഇവിടെ നിർത്താം. സിദ്ധയോഷ്ടാദശ പ്രോക്താ ധാരണായോഗചാരകൈ താസാമഷ്ടൗ മത്പ്രധാന ദശൈവ ഗുണഹേതവ. അപ്പം നമ്മൾ പറഞ്ഞു അതിൽ 18 എണ്ണത്തിൽ 8 എണ്ണം പ്രധാനമാണ്, പിന്നത്തെ 5 കുറച്ച് പ്രധാനമാണ്, അതായത് കുറവ് പ്രധാനമായിട്ടുള്ള, അതിലും കുറവ് പ്രധാനമായിട്ടുള്ള പിന്നത്തെ 5 എണ്ണം നമ്മൾ പേരൊക്കെ പറഞ്ഞുല്ലോ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ നിർത്താം. നാളെ എന്തൊക്കെയാണ് ആ സിദ്ധികളെന്ന് കുറച്ചുകൂടി പറയണത് നമുക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കണം. നമുക്ക്
വായിക്കാം നാളെ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.